Hey guys, welcome back to my channel Stay Sassy. So ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഇതുവരെ ഞാൻ ചെയ്തിരുന്ന എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അല്ലെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കണം. അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരിക്കലും അത് പറയത്തില്ല. കാരണം ഇത് ആരും അനുകരിക്കരുതെന്നേ ഞാൻ പറയുന്നുള്ളൂ. ആരും ഞാൻ ഇൻസിസ്റ്റ് ചെയ്യത്തില്ല. മാക്സിമം ഇത് ചെയ്യാതിരിക്കുക. ബിക്കോസ് ഇത് ഈ ഒരു വീഡിയോ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് കാണാം. ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. അല്ലാതെ ഇത് ആരും ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല. മെയിൻലി നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞുകുട്ടികളൊക്കെ ആണെങ്കിൽ മാക്സിമം ഇത് ട്രൈ ചെയ്യാതിരിക്കുക. ബിക്കോസ് ഹെയർ ബേൺ ആവാനും നിങ്ങളുടെ സ്കിന്നിന് ബേൺ ആവാനും ഒക്കെ ചാൻസ് ഉണ്ട്, ഹെയർ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങളിത് മാക്സിമം ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഇൻ കേസ് ആരെങ്കിലും ഇത് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, പിന്നെ അതിനുശേഷം ആഫ്റ്റർ കെയർ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ഈ വീഡിയോയുടെ ഇടയ്ക്കും ലാസ്റ്റുമായിട്ട് ഞാൻ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ആൻഡ് ഞാൻ പിന്നെ പറയുന്നത് ഞാൻ +2 പഠിക്കുമ്പോഴത്തേന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഹെയർ സ്ട്രൈറ്റ് ചെയ്യാൻ. പക്ഷെ അപ്പോൾ എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിന്നെ സ്കൂളിലാണെങ്കിൽ നമ്മൾ ചെയ്തിട്ട് പോയി 2 സൈഡും പിന്നെ കെട്ടണമായിരുന്നു. അപ്പോൾ ഇത് ചെയ്യുന്നത് വേസ്റ്റ് ആവും. പിന്നെ മെയിൻ കാരണം വീട്ടിലിത് സമ്മതിക്കില്ലായിരുന്നു. അപ്പം എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ഫ്രണ്ടിലെ ഹെയർ ഒക്കെ ഇങ്ങനെ ബാങ്ക്സ് വെട്ടിയിട്ടേക്കുന്നത് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ബ്ലോ ഡ്രൈ ചെയ്തു, പാർലറിൽ പോയി കോളേജൊക്കെ ചെയ്ത് കഴിഞ്ഞ ടൈമിൽ. പിന്നെ അതിനുശേഷം ഞാൻ സിൽക്ക് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു. പിന്നെ സ്പാ ഒക്കെ ചെയ്യാതെ എൻ്റെ ഹെയർ നോർമലായി. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇത് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഹെയറിൻ്റെ ചേഞ്ച്. എൻ്റെ ഹെയർ ഇപ്പോൾ ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കുന്നില്ല, നോർമലി തന്നെയാണ്. അതായത് ഞാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം സ്പാൻ ചെയ്യാതെ ഇത് നോർമൽ ഒരു സ്ട്രക്ചറിലോട്ട് എൻ്റെ ഹെയർ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ യൂഷ്വലി ഹെയർ സ്ട്രൈറ്റൻ ചെയ്യുന്നത് ഈ ഒരു സൊനാഷിയുടെ സ്ട്രൈറ്റ്നർ വെച്ചിട്ടാണ്. സോ അതും ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഹെയർ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള ആഫ്റ്റർ കെയറുകൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. അതും ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, സോ വിതൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ ഇതിപ്പോൾ ഞാൻ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് ശേഷം മുന്നേ ഉള്ള എൻ്റെ ഒരു ഹെയറിൻ്റെ സ്ട്രക്ചറാണ്. ഞാൻ ഹെയർ പാക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എഗ്ഗ് വെച്ചിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഹെയർ വാഷ് ചെയ്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ടവലാണ്, നല്ല കട്ടിയുള്ള ഒരു ടവൽ വേണം. ദെൻ ഹെയർ ഹാഫായിട്ട് കെട്ടി വയ്ക്കുക, ഒരു പോർഷൻ മുകളിലോട്ട് കെട്ടി വയ്ക്കുക. സോ ദാറ്റ് കുറച്ചും കൂടി ഈസി ആയിരിക്കും നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. ദെൻ ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ പ്ലഗ് പോയിന്റിൽ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ഏറ്റവും ലോയിലിടുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യുന്നതിന്, അതായത് നമ്മൾ അയൺ ബോക്സ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആ സ്വിച്ച് ഓഫ് ചെയ്യുക. സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ശേഷം മാത്രം ചെയ്യുക. ബിക്കോസ് കറണ്ട് അടിക്കാനും ഹെയർ ഉരുവി പോകാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. സോ ദോട്ട് ഇൻ കേസ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. ഏറ്റവും ലോയിലിടുക. ഒരുപാട് ഈ ഒരു ചൂട് കൂട്ടി വയ്ക്കരുത്, എങ്കിൽ ഹെയർ ഉരുകി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ അടുത്ത പോർഷൻ ചെറിയ പോർഷൻസ് ആയിട്ട് എടുക്കുക, എങ്കിലേ നമ്മൾ വിചാരിക്കുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ പറയുന്നു, ഇത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഹെയർ പ്രൊട്ടക്റ്റൻ സ്പ്രേ യൂസ് ചെയ്യണം. അതിനുശേഷം മാത്രം ചെയ്യുക. സോ ദാറ്റ് നമ്മുടെ ഹെയറിൽ ഉണ്ടാകുന്ന ഡാമേജിൻ്റെ തോത് കുറച്ച് കുറഞ്ഞ് നിൽക്കും. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് അടിയിൽ ടവൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മാത്രം ചെയ്യാൻ ഞാൻ പിന്നെ എടുത്തു പറയുന്ന, ആർക്കും ഇങ്ങനെ ചെയ്തിട്ടൊരു അപകടം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പിന്നെ എടുത്തു പറയുന്നത്. സോ ഞാൻ അത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ കാണിക്കുന്നത്. ഒരു 80% മാത്രമേ സ്ട്രെയിറ്റ് ആവുള്ളൂ, അല്ലാതെ ഫുള്ളി നമ്മൾ പാർലറിൽ പോയി ചെയ്യുന്ന കണക്ക് കിടക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഹീറ്റ് കൊടുക്കേണ്ടി വരും. അത് ഹെയറിന് നല്ല ഡാമേജ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. വളരെ സൂക്ഷിച്ച് മാത്രം ഇത് ചെയ്യുക. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂട് കൂടുതലായിട്ട് കഴുത്തിൽ തട്ടിയപ്പോൾ ഞാൻ ഓർത്തു പൊള്ളിയിട്ടുണ്ടായിരിക്കുന്നതാണ്, ഞാൻ ജസ്റ്റ് പെട്ടെന്ന് മാറ്റിയത്. സോ ഞാൻ ആ ഒരു അടിയിലത്തെ പോർഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകളിലത്തെ പോർഷൻ ഫുള്ളായിട്ട് ഒരു സൈഡിലേക്ക് കോംബ് ചെയ്തിടുക. എന്നിട്ട് ചെറിയ പോർഷൻസ് ആയിട്ട് എടുത്തിട്ട് നേരത്തെ പോലെ തന്നെ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ചൂട് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണമെങ്കിൽ ഒരു മീഡിയം ചൂട് ഇട്ടിട്ട് ചെയ്യാവുന്നതാണ്. എന്നാലും നിങ്ങളുടെ ഓൺ റിസ്കിലായിരിക്കും. മാക്സിമം ലോ ഹീറ്റിലിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഇതിൻ്റെ റിസൾട്ട് നമ്മുടെ ഹെയർ വാഷ് ചെയ്യുന്നതിൻ്റെ അത്രയും സമയം വരെ നിൽക്കത്തുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഹെയർ വാഷ് എപ്പോഴാണോ, ഇപ്പോൾ ചെയ്തിട്ടൊരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണ് നമ്മൾ വന്നിട്ട് തല കഴുകുന്ന സമയത്ത് ഇത് പോവും കേട്ടോ. അല്ലാതെ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കിടക്കൊന്നുമില്ല. ചിലപ്പോൾ കാറ്റടിച്ച് കുറേ നേരം കാറ്റൊക്കെ അടിച്ച് ബൈക്കിലൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് വേവി ആയിട്ട് ചുരുളാനും ചാൻസ് ഉണ്ട്. ഇത് പെർമനൻ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ബെറ്ററാണ്.
പിന്നെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും, എനിക്കതൊരു സപ്പോർട്ടായിരിക്കും. സോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഐ മീൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. അത് കുറച്ചും കൂടി എനിക്കും ഒരു പ്രചോദനമായിരിക്കും നിങ്ങളങ്ങനെ ചെയ്യുവാണെങ്കിൽ. സോ പ്ലീസ്, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ആ ഒരു പോർഷൻ അത്രയും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മിഡിൽ പോർഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ആ അത്രയും പോർഷന് നമ്മൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്ന പോലെ തന്നെ സെയിം മെത്തേഡിൽ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഞാൻ ഈ പുറകിലിട്ടുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ആവുന്നത് ഞാൻ അവിടെയാണ് ഈ കണക്ഷൻ കൊടുത്തേക്കുന്നത്. സോ അതുകൊണ്ടാണ് അത് ഓഫായിട്ട് കിടക്കുന്നത് കേട്ടോ. ആൻഡ് ഞാൻ ആ ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡിൽ തന്നെ ബാക്കിയും കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. പിന്നെ ഇപ്പോഴേ പറയാണ്, നിറയെ ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇത്. പെട്ടെന്ന് നമുക്ക് ഒരു 10-15 മിനിറ്റിലൊന്നും ചെയ്തിട്ട് പോകാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഫുൾ പോർഷൻ ചെയ്യുവാണെങ്കിൽ നിറയെ ടൈം കൺസ്യൂം ചെയ്യും. സോ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് നമുക്ക് കാണാൻ പറ്റും ഫുള്ളി സ്ട്രൈറ്റ് അല്ല, ലൈക്ക് ഒരു ഹാഫ് സ്ട്രൈറ്റ് ആണ്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എന്ന് വെച്ചാൽ ഫുള്ളി ആ ഒരു നീറ്റ് ലുക്ക് ഒന്നും നമ്മൾ ഇത് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ അത്രയും ടൈം കൺസ്യൂം ചെയ്ത് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു സൈഡ് കഴിഞ്ഞു. ഈ ഒരു സൈഡ് ഞാൻ എൻ്റെ സ്ട്രെയിനർ വെച്ച് ചെയ്യാൻ പോകണം. ബിക്കോസ് നല്ല ചൂടുണ്ട്, നിറയെ ടൈം കൊടുക്കും. ഇപ്പം ഈ സൈഡ് എൻ്റെ സ്ട്രെയിനർ കൂടി വെച്ചിട്ട് ചെയ്ത് കാണിച്ചാൽ അപ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. സ്ട്രെയിനർ വെച്ച് ചെയ്യുമ്പോഴും ഈ അയൺ ബോർഡ് വെച്ച് അല്ലെങ്കിൽ അയൺ ബോക്സ് വെച്ച് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ഓഫാണ്. ഞാനിതിൻ്റെ ഹീറ്റ് 220 സെറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നേരത്തെ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്തിട്ട പോർഷനില്ല, ആ പോർഷൻ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ അടുത്ത പോർഷൻ ചെയ്യുമ്പോഴത്തേനും അത് മിക്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ എല്ലാം കൂടി മിക്സായിട്ട് പാടായിരിക്കും ഓരോ പോർഷനായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പോർഷൻ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഓരോ പോർഷനായിട്ട് ഞാനിങ്ങനെ എടുത്തെടുത്ത് സ്ട്രെയിറ്റ്നർ വെച്ച് ഒന്ന് അയൺ ചെയ്യുന്നുണ്ട്. സ്ട്രെയിറ്റ്നർ വെച്ച് അയൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണാൻ പറ്റും. നല്ല രീതിക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ലൈക്ക് വടി പോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരും. മറ്റത് വെച്ച് ചെയ്യുമ്പോൾ ഈ അയൺ ബോക്സ് വെച്ച് ചെയ്യുന്ന സമയത്ത് ഒരു വേവി സ്ട്രക്ചറിലായിരിക്കും കിടക്കുന്നത്. നിങ്ങൾക്ക് രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. സോ ബാക്കി പോർഷൻ എനിക്ക് ഓൾറെഡി നല്ല ചൂടെടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പോർഷനായിട്ട് എടുത്ത് ചെയ്യാത്ത. പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. സോ ബെറ്റർ റിസൾട്ട് വേണമെങ്കിൽ നിങ്ങൾ പോർഷൻ വൈസ് എടുത്ത് സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കുറച്ചും കൂടി നല്ല റിസൾട്ടും അതിനായിരിക്കും കിട്ടുന്നത്. സോ ഇപ്പം ഞാൻ ആ ഒരു സൈഡ് മൊത്തം പെട്ടെന്നൊന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട് സ്ട്രെയിറ്റ്നർ വെച്ചിട്ട്. എന്നിട്ട് രണ്ടും അഴിച്ചിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അപ്പോൾ ഞാൻ രണ്ട് സൈഡും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ സൈഡ് ഞാൻ സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് സ്ട്രെയിറ്റ് ചെയ്തതാണ്. ആ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോഴത്തെ സൈഡ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്താണ് ഈ അയൺ ബോക്സ് വെച്ചിട്ടാണ്. സോ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഫുള്ളി ഒരു സ്ട്രെയിറ്റ് അല്ല, കൈൻഡ് ഓഫ് വേവി, അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടി ഒന്ന് എന്താണ് കുറച്ച് ബെൻഡ് ആയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ കണ്ടോ, ഇങ്ങനെ ഒരു ബെൻഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ആരെയും ചെയ്തു തരാനുണ്ടെങ്കിൽ അത് ബി ബെറ്റർ, ബിക്കോസ് കുറച്ചും കൂടി സേഫ് ആയിരിക്കും അത്. ആൻഡ് ഞാൻ പിന്നെ പറയാണ്, നിങ്ങൾ ആരും ഞാൻ ഇൻസിസ്റ്റ് ചെയ്യത്തില്ല. ഇത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ +2 ഒക്കെ ആയിരുന്ന ടൈമിൽ എനിക്ക് സ്ട്രെയിറ്റ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ നമുക്കത് അപ്പോൾ സ്കൂളിലൊന്നും അലൗഡ് അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ് തിങ്, നമുക്കത് അഫോർഡ് ചെയ്യാൻ വീട്ടിൽ സമ്മതിക്കില്ലായിരുന്നു. അപ്പം ഞാൻ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് എനിക്ക് ഫ്രണ്ടിലെ ഹെയർ മാത്രം ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഹാൻഡ് ബോക്സ് യൂസ് ചെയ്യുമായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത്, ബിക്കോസ് ഒരു പ്രാവശ്യം ഞാനിത് ചെയ്ത സമയത്ത് എൻ്റെ ഇവിടെ ആയിട്ട് പൊള്ളി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊരു മാർക്കായിട്ട് ഇങ്ങനെ കുറേ നാൾ കിടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 2-3 ആഴ്ച വരെ ആ ഒരു മാർക്ക് ഇങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര വിഷമം. എൻ്റെ ഫേസിൽ ഒരു മാർക്ക് വന്നത്. അതിനുശേഷം ഞാൻ സ്റ്റോപ്പ് ചെയ്തെന്ന് വെച്ചാൽ ഫുള്ളായിട്ടില്ല. പിന്നെ ഞാൻ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ട് എങ്ങനെ ബേൺ ആവാതെ ചെയ്യാൻ നോക്കിയിട്ട് അങ്ങനെ ചെയ്ത് തുടങ്ങി. ലൈക്ക് കുറേ നാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ ഞാനിത് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം അതിനുശേഷം ഇപ്പോൾ എത്ര വർഷമായി, കുറേ വർഷമായി. ഇപ്പോൾ ഞാൻ വേറെ പ്രോഡക്റ്റുകളാണ് അല്ലെങ്കിൽ ടൂൾസാണ് ഹെയർ സ്ട്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പാർലറിൽ പോയിട്ട് ചെയ്തു കേട്ടോ. ഫുള്ളി ഞാൻ സിൽക്ക് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ സ്പാ ഒന്നും ചെയ്യാതെ അത് പോയി. അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് ഞാനിങ്ങനെ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഞാൻ യൂഷ്വലി അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ തോഷിബയുടെ ഒരു സൊനാഷിയുടെ ഈ ഒരു സ്ട്രൈറ്റ്നറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കുറേ നാളായിട്ട്. ആൻഡ് ഇത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. പ്രത്യേകിച്ച് നിങ്ങൾ വീട്ടിലൊറ്റയ്ക്കാണെങ്കിലും ഒന്നും ചെയ്യാതിരിക്കുക. കാരണം എന്തെങ്കിലും ഡേഞ്ചർ ആവുകയാണെങ്കിൽ പിന്നെ
ഇന്നും അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ ഈ ചെയ്യുന്ന ടൈമിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്നത് വരെ ഈ ഒരു അയൺ ബോക്സ് വെച്ച് ചെയ്യുന്നതൊക്കെ നിൽക്കുള്ളൂ കേട്ടോ. സാധാരണ ഒരു ഹെയർ അയൺ ബോക്സ് വെച്ചിട്ടാണെങ്കിലും സ്ട്രെയിറ്റ്നർ വെച്ചിട്ടാണെങ്കിലും നോർമൽ ഹെയറിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഹെയർ വാഷ് ചെയ്യുന്ന ടൈമിൽ ഇത് പോകും. രണ്ടാമത്തെ കാര്യം, ഈ ടവൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സേഫ്റ്റിക്കും പ്ലസ് ആ ഒരു അതായത് ഹെയറിന് ഒരു ബേസ് ആണല്ലോ നമുക്ക് വെച്ച് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഈ ഒരു ടവൽ യൂസ് ചെയ്യുന്നത്. മാക്സിമം കട്ടിയുള്ള തുണി തന്നെ എടുക്കുക, സോ ദാറ്റ് നിങ്ങളുടെ കയ്യിൽ ആ ഒരു ചൂട് ഏക്കത്തില്ല. പിന്നെ നിങ്ങൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹെയറിൽ പരീക്ഷിച്ച് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുന്ന ടൈമിൽ മുട്ടയോ അങ്ങനെ ഹെയറിന് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഹെയർ മാസ്കോ ഒക്കെ അപ്ലൈ ചെയ്ത് ഹെയർ വാഷ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. നമ്മുടെ ഹെയറിനുണ്ടാകുന്ന ഡാമേജ് കുറയ്ക്കാനായിട്ട് കുറച്ചും കൂടി അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ യൂസ് ചെയ്യുന്നത് വളരെ ബെറ്റർ ആയിരിക്കും, യൂസ് ചെയ്യണം. കാരണം നമ്മൾ സാധാരണ ഹെയറിൽ ഈ ഒരു 200 ഡിഗ്രി ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് എന്തോ ഒരു അഫക്റ്റ് നമുക്ക് ഈ സാധാരണ പുറത്തിറങ്ങുമ്പോൾ ചൂട് ഒട്ടും ഇത് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം ഈ 210, 220 ആ ഒരു ഇതിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഹെയർ ഹീറ്റ് ചെയ്യുമ്പോൾ ഹെയറിന് അത് എന്തോരം ഡാമേജ് ഉണ്ടാക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലൊരു സ്പ്രേ യൂസ് ചെയ്യുക. ലോറിയൽ പാരീസിൻ്റെ ഒരു ഹെയർ സെറം ഒരു ഹെയർ പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ ഉണ്ട്. അത് ഞാൻ മെൻഷൻ ചെയ്തേക്കാം അവിടെ, വിച്ച് ഈസ് റിയലി ഗുഡ്. ഞാനത് ഒരു തവണ യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാനിപ്പോൾ ചെയ്തപ്പോഴത്തേക്കും ഒരു സ്പ്രേ യൂസ് ചെയ്തിട്ടില്ല, ബിക്കോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം തീർന്നു. ഞാൻ ഓർഡർ ചെയ്തിട്ട് മേ ബി നാളെ കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഈ ഒരു സാധനം ഭയങ്കര നല്ല റിസൾട്ടാണ്. ഞാൻ കിട്ടിയതിന് ശേഷം ഒരു റിവ്യൂ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ ആരും ഞാൻ ഇൻസിസ്റ്റ് ചെയ്യത്തില്ല, ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് കാണുക. ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞുകുട്ടികളാരും ദയവ് ചെയ്ത് ചെയ്യരുത്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരും ഇത് ചെയ്യരുത്. കുറച്ച് കൂടി മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് മുതിരുക. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഈ അയൺ ബോക്സ് വെച്ച് ചെയ്യുന്ന ടൈമിൽ അയൺ ബോക്സ് ഓഫ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഹെയറിൽ ഈ സ്ട്രൈറ്റനിങ് പരിപാടി ചെയ്യുക. കാരണം അയൺ ബോക്സ് ഇട്ടിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അടിക്കാനും ഹെയർ ഉരുകി പോകാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഞാൻ എടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഇത് മാക്സിമം അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കിട്ടാനായിട്ട് വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്